ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മുടെ ഫോണിലെ നെറ്റ്, അതായത് ഡാറ്റ പെട്ടെന്ന് തീർന്നു. പലർക്കും ഉള്ളൊരു ഡൗട്ടാണ്, രാവിലെ എഴുന്നേറ്റ് ഒരു ഉച്ചയാകുമ്പോഴേക്ക് തന്നെ നമ്മുടെ നെറ്റ് കംപ്ലീറ്റ് തീർന്നു. പറയുമ്പോൾ നമ്മൾ വളരെ കുറഞ്ഞ ഡാറ്റ മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവുള്ളൂ, നെറ്റിൽ അധികം ഒന്നും നമ്മൾ നോക്കിയിട്ടുണ്ടാവില്ല. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ നെറ്റ് തീർന്നു പോയി, ഡാറ്റ കുറഞ്ഞു. അതിനുള്ള പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ പറഞ്ഞുതരാൻ പോകുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങളുടെ സെറ്റിംഗ്സിൽ അങ്ങനെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്, അതാവാം നിങ്ങളുടെ നെറ്റ് കുറഞ്ഞു പോകാനുള്ള ഒരു കാരണം. അപ്പൊ അതുകൊണ്ട് ഈ വീഡിയോ കൃത്യമായിട്ട് അവസാനം വരെ കണ്ടതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് നെറ്റ് എത്രത്തോളം ലാഭിക്കാൻ പറ്റും എന്നുള്ളത് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറന്നു പോകരുത്. മാത്രമല്ല എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തുടർന്ന് ലൈക്ക് ബട്ടൺ, പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ കൊടുക്കാനും മറന്നു പോകരുത്. നമ്മുടെ മൊബൈലിൽ ഡാറ്റ പെട്ടെന്ന് തീർന്നു പോകുന്ന എല്ലാവരും ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതായത് നമ്മുടെ ഫോണിൽ നമ്മൾ പലതരം ആപ്ലിക്കേഷൻസ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ഇങ്ങനത്തെ പല കാര്യങ്ങൾ, യൂട്യൂബ് ഒക്കെ നമ്മൾ ഇൻസ്റ്റാൾ, പക്ഷെ നമ്മൾ അതിലൊന്നും കയറാതെ തന്നെ നമ്മുടെ ഡാറ്റ തീർന്നു പോകുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളാണ് നിർബന്ധമായിട്ടും നിങ്ങൾ നോക്കുക നിങ്ങളുടെ നെറ്റ് എങ്ങനെയാണ് ഓട്ടോമാറ്റിക്കലി കുറഞ്ഞു പോകുന്നത്. അതിനായി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലേ സ്റ്റോർ കാണുന്നുണ്ടല്ലോ, ആ പ്ലേ സ്റ്റോർ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പ്ലേ സ്റ്റോർ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ. ആ പ്രൊഫൈൽ ഐക്കണിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സെറ്റിംഗ്സ് പറയും, നമ്മുടെ ഇമെയിൽ ഐ ഡി ചെക്ക് ചെയ്യുക കറക്റ്റ് തന്നെയല്ലേ എന്നുള്ളത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സെറ്റിംഗ്സ് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. സെറ്റിംഗ്സ്, ആ സെറ്റിംഗ്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജനറലിന്റെ തൊട്ട് താഴെയായിട്ട് കാണാൻ നെറ്റ്വർക്ക് പ്രിഫറൻസ് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ നെറ്റ്വർക്ക് പ്രിഫറൻസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കേണ്ട ഒരു കാര്യമാണ്. നെറ്റ്വർക്ക് പ്രിഫറൻസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഓട്ടോ അപ്ഡേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതായത് ഈ ഓട്ടോ അപ്ഡേറ്റ്, ആപ്പ് ഓട്ടോ അപ്ഡേറ്റ് നമ്മൾ ഓൺ ചെയ്ത് വെച്ചാണോ എന്നുള്ളതാണ് നമുക്ക് വിഷയം. ഓട്ടോ അപ്ഡേറ്റ്, കാരണം നമ്മുടെ ഫോണിലുള്ള പല ആപ്ലിക്കേഷനുകളും ഓട്ടോമാറ്റിക്കലി ദിവസവും അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആവുന്നത് കൊണ്ട് ഇപ്പൊ ഇവിടെ കണ്ടില്ല, ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓൾ ആപ്സ് ഓവർ വൈഫൈ ഓർ മൊബൈൽ ഡാറ്റ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ആപ്സുകളൊക്കെ ഒരു ദിവസം ഒരു 10-15 ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് മുഴുവൻ അപ്ഡേറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ നെറ്റ് തീർന്നു. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമുക്ക് ഒന്നുകിൽ താഴേക്ക് ഏറ്റവും താഴെയുള്ള നമുക്ക് ഡോണ്ട് ഓട്ടോ അപ്ഡേറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ അതിന്റെ തൊട്ട മേലെ വൈഫൈ എന്ന് പറയുന്ന ഓപ്ഷൻ കാണിക്കുന്നുണ്ട് അല്ലെ. വൈഫൈ ഉള്ള സമയത്ത് വേണമെങ്കിൽ മാത്രം കൊടുക്കാം. ഞാനിവിടെ ഓട്ടോ അപ്ഡേറ്റ്, ഡോണ്ട് ഓട്ടോ അപ്ഡേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. കാരണം നമുക്ക് അപ്ഡേഷൻ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് അപ്ഡേറ്റ് കൊടുത്താൽ മതിയല്ലോ, വെറുതെ നമ്മുടെ നെറ്റ് പോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുക, നമുക്ക് ഡോണ്ട് ഓട്ടോ അപ്ഡേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം താഴെ നമുക്ക് മറ്റൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്, ഓട്ടോ പ്ലേ വീഡിയോ. അതായത് വീഡിയോസ് ഓട്ടോ പ്ലേ ആവുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതും ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഡോണ്ട് ഓട്ടോ പ്ലേ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. നമുക്ക് മേലെ കൊടുത്തിരിക്കുന്നത് വീഡിയോ ഓട്ടോമാറ്റിക്കലി പ്ലേ ആവുള്ള ഓപ്ഷനിലാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് വൈഫൈ ഉള്ള സമയത്ത് മാത്രം കിട്ടുന്നതാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷൻ കൊടുക്കാം. പക്ഷെ ഞാനിവിടെ ഡോണ്ട് ഓട്ടോ പ്ലേ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷനാണ് കൊടുത്തത്. ഇത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ അറിയാതെ, നിങ്ങൾ നെറ്റ് യൂസ് ചെയ്യാതെ തന്നെ നിങ്ങളുടെ നെറ്റ് തീരുന്ന ഈ അപ്ഡേറ്റ്സ് തന്നെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം നിങ്ങൾക്ക് നെറ്റ് ലാഭിക്കാൻ വേണ്ടി സാധിക്കും. ഇത്